വേൾഡ് വേൾഡ് പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹവന്ദനം. സർവ്വജനതയ്ക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ക്രിസ്മസ് വീണ്ടും സമാഗതമായി. 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം മാനവരാശിയുടെ രക്ഷയ്ക്കായി ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതീർണനായ മഹാസംഭവത്തിൻ്റെ സ്മരണയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം മൂലം ദൈവജേസ നഷ്ടമാക്കി ദൈവത്തിൽ നിന്ന് അകന്നു. നഷ്ടസാധ്യതയിലായ മാനവജാതിയുടെ വിടുതലിനും വീണ്ടെടുപ്പിനുമായി സദാ ജാഗരൂകനായ ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ തൻ്റെ രക്ഷാപര പദ്ധതി നടപ്പിലാക്കി. ദൈവജനത്തിന് ന്യായപാലനം നടത്തുവാൻ ന്യായാധിപന്മാരെയും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ പ്രവാചകന്മാരെയും അവരെ മടക്കി വരുത്തുവാൻ ദൂതന്മാരെയും അറിയിപ്പുകാരെയും ദൈവം കാലാകാലങ്ങളിൽ അയച്ചു. എന്നാൽ അവരിലൂടെ ഒന്നും ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർണ്ണമായി സാധ്യമായില്ല. അപ്പോഴാണ് സ്വന്തം പുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം അയക്കുന്നത്. ദൈവത്തിൻ്റെ ബൃഹത്തായ വീണ്ടെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വേണം ക്രിസ്മസിനെ നാം ദർശിപ്പാൻ. ഈ വലിയ പദ്ധതിയിൽ ദൈവം മനുഷ്യരുടെ പങ്കാളിത്തം തേടുന്നു. അനേകരുടെ രചനാത്മക സഹകരണത്തിലൂടെയാണ് ആദ്യ ക്രിസ്മസ് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. സക്രിയാവും എലിസബത്തും ജോസഫും മറിയയും ആട്ടിടയരും വിദ്വാൻമാരും മാത്രമല്ല കാലികളും വാനകോളങ്ങളും പുൽത്തൊട്ടിലും ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ക്രിസ്മസ് കേവലം ആഘോഷത്തിൻ്റെ അവസരം മാത്രമല്ല, ദൈവഹിതത്തിന് ചുമല് കൊടുക്കുവാനുള്ള സമർപ്പണത്തിൻ്റെ അവസരം കൂടിയാണ്. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാനും മറ്റുള്ളവരിലേക്ക് സന്തോഷം പകരുവാനും നമുക്കും സാധ്യമായിട്ട് തീരുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ നിദർശനമാണ് ക്രിസ്മസ്. ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്മസിലൂടെ വെളിപ്പെടുന്നത്. ക്രിസ്മസിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹം തന്നെയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല എന്നതാണ് ഓരോ ക്രിസ്മസും നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ആഘോഷം സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. ഇന്ന് ലോകത്തിൽ സ്നേഹം കുറയുന്നു, സ്വാർത്ഥത വർദ്ധിക്കുന്നു, സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി അവരിനെ ഉപയോഗിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന അപ്രകാരമുള്ള ഒരു ലോകത്തെ സ്വയം പരിമിതപ്പെടുത്തുന്നതിനും അവരൻ്റെ സന്തോഷത്തിനായി വിട്ടു നൽകുന്നതിനും നമുക്കെല്ലാവർക്കും സാധ്യമായിട്ട് തീരണം. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, സ്നേഹിക്കാൻ ആരുമില്ല എന്ന നിലവിളിയാണ് ലോകത്തിൽ ഇന്ന് കൂടുതലും കേൾക്കുന്നത്. നമ്മളുടെ ഭവനങ്ങളിൽ, പരിസരങ്ങളിൽ, വേലസ്ഥലങ്ങളിൽ, കൂട്ടായ്മകളിൽ യഥാർത്ഥ സ്നേഹത്തിന് കൈവഴി ആയി നമുക്കും പരിണമിക്കാം. ക്രിസ്മസ് അലങ്കാരങ്ങളാൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നക്ഷത്രം. നക്ഷത്രം ഒരു വിളക്കും വഴികാട്ടിയുമാണ്. വിദ്വാൻമാർക്ക് അടയാളമായ നക്ഷത്രം സ്വയം എരിഞ്ഞ് വഴികാട്ടിയായി. മെഴുകുതിരി സ്വയം ഉരുകി ഇരുട്ടിൽ പ്രകാശപൂരിതമാകും പോലെ അന്തർതമസിൽ ഉയർന്നടന്ന ഒരു ജനതയ്ക്ക് പ്രകാശമായി സ്വയം എരിഞ്ഞിറങ്ങുവാൻ മനുഷ്യപുത്രൻ ഭൂമിയിൽ അവതരിച്ചു. ഇന്ന് നമ്മൾ നക്ഷത്ര വിളക്കുകൾ ഒരുക്കി ക്രിസ്തു ജനനത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? 100 കണക്കിന് നക്ഷത്ര വിളക്കുകൾ തൂക്കിയാലും സ്വയം ഒരു വിളക്കായി മറ്റുള്ളവർക്ക് വഴികാട്ടിയാവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എല്ലാ അലങ്കാരങ്ങളും നിരർത്ഥകമാണ്. ഇന്ന് ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നത് പോലും ഒരു മത്സരമായിട്ട് തീർന്നിട്ടുണ്ട്. നന്മയിലേക്കും കരുണയിലേക്കും സഹനത്തിലേക്കും ക്ഷമയിലേക്കും സമാധാനത്തിലേക്കുമൊക്കെ മറ്റുള്ളവരെ നയിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ നക്ഷത്രമെങ്കിലും നമുക്കാകാനായിട്ട് കഴിയണം.
തിന്മയെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രകാശത്തിന് കഴിയും. നാം പ്രകാശിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകളെ പോലെ നാം ഓരോരുത്തരും കൂടുതൽ പ്രകാശമാനമാകണം. ദൈവം ഒരു ശിശുവായിട്ടാണ് ഈ ലോകത്തിൽ അവതീർണനായത്. അഥവാ ഒരു ശിശുവിലൂടെയാണ് ലോകം ദൈവത്തെ ദർശിച്ചത്. കാലിത്തൊഴുത്തിൽ നിസ്സഹായതയിൽ കിടക്കുന്ന ആ ശിശുവിനെ തേടിയാണ് ആട്ടിടയരും വിദ്വാൻമാരും യാത്രയാകുന്നത്. ആ ശിശുവിൻ്റെ മുന്നിലാണ് കാഴ്ചകൾ അർപ്പിക്കുന്നതും കുമ്പിട്ട് ആരാധിക്കുന്നതും. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിച്ചതും ഈ പൈതലിനെ നോക്കിയാണ്. സാമ്രാജ്യ ശക്തികൾ നിഷ്കരണം വകവരുത്തുവാൻ ശ്രമിച്ചെങ്കിലും ദൈവത്തിൻ്റെ അതിശയ വഴികൾ ഈ ശിശുവിന് സംരക്ഷണവും കരുതലും ഉറപ്പും വരുത്തി. ഈ ശിശുവിനെ കൈകളിലേന്തിയാണ് വൃദ്ധനായിട്ടുള്ള ശിമയോൻ ദൈവത്തെ പുകഴ്ത്തിയത്. ഈ പൈതൽ വളർന്ന് വലുതായപ്പോൾ ശിശുക്കളെ ചേർത്ത് പിടിക്കുകയും അവരെ തടയരുത് എന്ന് പറയുകയും ദൈവരാജ്യത്തിന് അടയാളമായിട്ട് അവരെ ഉയർത്തി കാണിക്കുകയും നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണമെന്ന് പൊതുജനത്തെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഒരു ശിശുവിൻ്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇവരെല്ലാം. വരും തലമുറയെ ഗൗരവമായെടുക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ശോഭനമായ ഭാവി ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ശിശുക്കൾ ഗാർഹിക പരിസരങ്ങളിൽ പോലും സുരക്ഷിതരല്ല. ക്രൂരത വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന വാർത്തകൾ എന്നും നാം കേൾക്കുന്നു. ആസക്തികൾക്ക് അടിമപ്പെട്ട് സാധ്യതകൾ നഷ്ടമാക്കുന്ന ബാല്യങ്ങളും യുവത്വങ്ങളുമുണ്ട്. അവർക്കെന്താണ് ക്രിസ്മസ് സന്ദേശം? നഷ്ടസാധ്യതയിൽ നിന്നുള്ള വീണ്ടെടുപ്പിൻ്റെ വിരുന്നാണ് ക്രിസ്മസ്. ദൈവം ഒരു ശിശുവിൽ സാധ്യതകളെ കണ്ടതുപോലെ നമ്മുടെ തലമുറകളെ ഗൗരവമായി എടുക്കുന്ന പുത്തൻ ആത്മീയത നാമും കണ്ടെത്തണം. അവൻ്റെ ജനനം ഒരു ജനതയ്ക്ക് ആശ്വാസമായെങ്കിൽ അവൻ്റെ ജനനം ഭയപ്പെടുത്തിയൊരു കൂട്ടരും ഉണ്ടായിരുന്നു. ഹേരോദാവും സംഘവും. തനിക്കും തൻ്റെ സന്തതി പരമ്പരയ്ക്കും ഭീഷണിയായി ജനിച്ച ഇസ്രായേലിന് രാജാവായി പിറന്നവനെ കൊല്ലാനായി ഹേരോദാവെ കൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കരച്ചിലും നിലവിളിയും ബേത്ലഹേം പട്ടണത്തിൽ നിന്ന് ഉയർന്നു. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കരച്ചിലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? വിശപ്പിനും പീഡനങ്ങൾക്കും രോഗങ്ങൾക്കും ഒക്കെ ഇരയായി കരയുന്ന കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ കരച്ചിൽ. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വഴി കാണാതെ അലയുന്ന അനേകം കുഞ്ഞുങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർക്കെന്നും ആഘോഷങ്ങൾ അന്യമാണ്. അടക്കി പിടിച്ച തേങ്ങലുകളുമായി നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ സങ്കടം കാണാതെയും അവൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാതെയും ജീവിക്കുന്നതിനായിട്ട് നമുക്ക് കഴിയുമോ? കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ മുഖത്തെ പുഞ്ചിരി വരുത്തുവാൻ നമുക്ക് കഴിയണം. സങ്കടപ്പെടുന്നതിൻ്റെ കണ്ണുനീർ കാണുവാനും അതിൽ നിന്ന് അവന് മോചനം ഉണ്ടാകുവാനും നമുക്ക് കഴിയണം. പ്രിയരെ, ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വർഷം ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. ഇസ്രായേൽ, പലസ്തീൻ, റഷ്യ, യുക്രൈൻ എന്നിവിടങ്ങളിലെ യുദ്ധം വരുത്തിയതായുള്ള കെടുതികൾ ചെറുതൊന്നുമല്ല. മണിപ്പൂരിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. പലായനങ്ങളും രക്തച്ചൊരിച്ചിലും ശിശുഹത്യയും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിലും പാലസ്തീനിലും കുട്ടികളുടെ സ്ഥിതി അതിദയനീയമാണ്. സംഘർഷത്തിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും ഗുരുതരമായ അപകടാവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്നതായി യുണിസെഫ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധം തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ തന്നെ നിരവധി കുഞ്ഞുങ്ങളെ വധിക്കുകയും അംഗഭംഗം വരുത്തുകയും തട്ടിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്തതായി, ഇത്തരം അവകാശ ലംഘനങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. എല്ലാ യുദ്ധങ്ങളിലും ആദ്യം കഷ്ടപ്പെടുന്നത് കുട്ടികളാണ്. ദൈവപുത്രൻ പിറന്നു വീണ ബേത്ലഹേമിൽ ഈ വർഷം ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും
ക്രിസ്മസ് ആഘോഷങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പിറന്നു വീണ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അനേകായിരങ്ങൾ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലോക സാഹചര്യത്തിൽ ആഘോഷങ്ങൾക്ക് എന്താണ് പ്രസക്തി? നഷ്ടസാധ്യതയിൽ നിന്നും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് തലമുറകളെ നയിക്കുന്നതിനായിട്ട് നമുക്കിടയാവണം. ഉത്തരവാദിത്വമുള്ള ശിക്ഷണക്രമം സാധ്യമാക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീണ്ടെടുപ്പും ജീവൻ്റെ സമൃദ്ധമായ അനുഭവങ്ങളും സമ്മാനിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സ്വകാര്യ നേട്ടങ്ങളെ മാത്രം ലാക്കാക്കി വികസനത്തെ ദർശിക്കുന്ന നേതൃത്വങ്ങൾ മറന്നുപോകുന്നവരാണ് ശിശുക്കളും അമ്മമാരും. യുദ്ധം അവസാനിപ്പിക്കാനും ലോകമെമ്പാടും ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും മുറിവേറ്റ് കിടക്കുന്നവർക്ക് സൗഖ്യവും ലഭിക്കാനും നാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അധികാരവർഗത്തിൻ്റെ സ്വാർത്ഥ മനോഭാവങ്ങൾ അനേകരെ അവരുടെ സ്വന്തം ഇടങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ ഇടങ്ങൾ നഷ്ടപ്പെട്ട് നിലവിളിക്കുന്നവരും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നവരും ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ ജനനത്തെ തുടർന്ന് ആ രാത്രിയിൽ തന്നെ ശിശുവിനെയും അമ്മയും കൂട്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്ന ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രം നിലവിളികളുടെയും പലായനങ്ങളുടെയും ഭാഗമാകുന്ന ക്രിസ്തുവിനെ അനുസ്മരിപ്പിക്കുന്നു. നിലനിൽപ്പിനായി കേഴുന്നവരുടെ കൂടെയും പിഴുതെറിയപ്പെട്ട മണ്ണിൽ സ്ഥിരത തേടി അലയുന്നവരുടെ കൂടെയും ക്രിസ്തു ഉണ്ട് എന്ന ഉറപ്പ് നൽകുന്ന ഉത്സവമാണ് ക്രിസ്മസ്. പ്രവാസം അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിൽ ഒരു യാഥാർത്ഥ്യമാണ്. അപരിചിതത്വം പേറുന്ന അതിഥികളോടുള്ള നമ്മുടെ നിലപാടുകളുടെ പുനർവിചിന്തനവും ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുന്നു. മതത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും തൊഴിലിൻ്റെയും ഭാഷയുടെയും പേരിൽ അനേകർ അവഗണിക്കപ്പെടുമ്പോൾ, അവരെൻ്റെ ജീവൻ ഒടുക്കുമ്പോൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ സാധാരണമായിട്ട് തീരുമ്പോൾ, സ്ത്രീത്വം പീഡിപ്പിക്കപ്പെടുമ്പോൾ, മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, കൂട്ടക്കല നടക്കുന്നതായിട്ടുള്ള സമയത്ത് ഇല്ലാതെ പോകുന്നത് മനുഷ്യത്വമാണ്. ഈ നഷ്ടപ്പെട്ട മാനവികത വീണ്ടെടുക്കുവാൻ ക്രിസ്തു ജനനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇമ്മാനുവൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ, അതാണ് ക്രിസ്മസിൻ്റെ കാതൽ. ദൈവം മനുഷ്യനായി എന്ന് മാത്രമല്ല, അവൻ നമ്മോടുകൂടെ പാർത്തു എന്നും സുവിശേഷം സാക്ഷിക്കുന്നു. കൂട്ടിന് ഒരാൾ ഉണ്ടാവുക എന്നത് ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മറ്റാരോടെങ്കിലും അവരുടെ ആവശ്യങ്ങളിൽ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുവാൻ നമുക്കായാൽ അവിടെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശം യാഥാർത്ഥ്യമാകുന്നത്. സ്വന്തം മുൻഗണനകൾ മാറ്റിവെക്കുന്നവർക്ക് മാത്രമേ മറ്റൊരാളുടെ ഒപ്പം നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. തനിക്കും കൂടെ പ്രയോജനപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ആഘോഷങ്ങളിൽ കൂടെ നിന്ന് ആകുലതകൾ മാറി നിന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നഭാരം പേറി നമുക്ക് നടക്കുവാൻ കഴിയുകയില്ല. സാമാന്യ യുക്തിക്ക് ചേരുന്ന ഇത്തരം പ്രായോഗിക വ്യവസ്ഥകൾ പാലിച്ച് ആരും ആരുടെയും ഒപ്പം നിൽക്കും. അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്ര പേർ കൂടെ നിൽക്കും? ബാധ്യതയായതുകൊണ്ടും ഒഴിവാക്കാനാവാത്തതുകൊണ്ടും തുടരുന്ന ബന്ധങ്ങളുണ്ട്. ഒരു പ്രതിബദ്ധതയും ഇല്ലായിരുന്നിട്ടും കൂടെ നിൽക്കാൻ തയ്യാറാകുന്നവ ജീവിതത്തിനൊരു ധൈര്യവും പ്രത്യാശയുമാണ്. ഈ ക്രിസ്മസിൽ 2 ചോദ്യങ്ങൾ നമുക്ക് സ്വയമായിട്ട് ചോദിക്കാം. ഒപ്പം നിൽക്കുന്ന ഒരാളെങ്കിലും കൂട്ടിനുണ്ടോ? ആരോടെങ്കിലും ഒപ്പം നാം നിൽക്കുന്നുണ്ടോ? ആരെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിക്കാമെന്ന സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവരാണ് എന്ന ചിന്തയാകണം നമ്മെ നയിക്കേണ്ടത്. എല്ലാവരും തന്നേക്കാൾ ഉയർന്നവരായിരിക്കുന്നു എന്നതാകണം സ്വയം പരിമിതപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്നത്. ചെറുതാകൽ മനോഭാവം എത്രമാത്രം ആർജിച്ചെടുക്കുന്നുവോ അത്രമാത്രം യേശുവിൻ്റെ ശിഷ്യരായിരിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കണം. സ്വയം വലുതാകുവാനും സ്വന്തം വലിപ്പം അറിയുവാനും പരിശ്രമം ചെയ്യുന്ന ഈ ലോകത്തിൽ സ്വയം പരിമിതപ്പെടുത്തി ക്രിസ്തുവാകുന്ന തലയോളം വളരാനുള്ള ഒരു ആഹ്വാനമാണ് ക്രിസ്മസ്. എല്ലാവരുടെയും മുന്നിൽ ചെറുതാകുക എന്നാണ് യേശു പറഞ്ഞത്.
ഓരോരുത്തരും മറ്റുള്ളവർ തങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് എന്നാണ് ഓർക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഈ ആഹ്വാനം അനുസരിച്ച് ജീവിച്ചാൽ ഭൂമിയിൽ സമാധാനവും ദൈവത്തിന് ഉന്നതങ്ങളിൽ മഹത്വവും ഉണ്ടാകും. ഇമ്മാനുവേൽ ക്രിസ്മസ് കാലയളവിൽ ഒരു ധ്യാനചിന്ത മാത്രമല്ല, ഇത് നമുക്ക് ഒരനുഭവമാകണം. നമുക്ക് മാത്രമല്ല, മറ്റാർക്കെങ്കിലും കൂടി മറ്റുള്ളവർക്ക് ദൈവത്തെ തിരിച്ചറിയത്തക്ക വിധം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നിടത്താണ് അപരന് നാം ഇമ്മാനുവേലെ ആയിട്ട് ഒരുങ്ങുന്നത്. നമുക്ക് എത്രയോ ജീവിതങ്ങളിൽ ഇത് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും. ഒറ്റപ്പെടുത്താത്ത ഒരാൾ, ഒരുമിച്ചില്ലെങ്കിലും ഒപ്പമുള്ളയാൾ, ഒന്നിനെക്കുറിച്ചും പരാതിയില്ലാത്ത സഹയാത്രികൻ, അങ്ങനെ എത്രയോ സാധ്യതകൾ നമുക്ക് തന്നെ ഒരുക്കാം. അപരൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിയത്തക്ക വിധം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനാകണം. അവരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകത്തക്ക വിധം നമ്മുടെ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും ക്രമപ്പെടുത്തുമ്പോൾ ഇമ്മാനുവേലിൻ്റെ പൊരുൾ മറ്റൊരാൾ തിരിച്ചറിയുകയാണ്. ആരൊക്കെയോ തങ്ങളുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് അസൗകര്യങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും ആവശ്യക്കാരോട് ചേർന്ന് നിന്നിടത്താണ് അനുഗ്രഹമഴ അവരുടെ മേൽ ചൊരിയപ്പെട്ടിട്ടുള്ളത്. ആദ്യ ക്രിസ്മസിലും അതുതന്നെയാണ് സംഭവിച്ചത്. പ്രിയരെ, ക്രിസ്മസ് കേവലം ആഘോഷങ്ങളിൽ അവസാനിപ്പിക്കേണ്ടതല്ല. മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയാണിത്. അതിനെയും തുടരേണ്ടത് മനുഷ്യരിലൂടെയാണ്. മനുഷ്യരെ കണ്ടെത്തുവാനായിട്ടുള്ള യാത്ര. ദൈവത്തിൻ്റെ മനുഷ്യമുഖം അവരനിൽ തെളിഞ്ഞ് കാണുന്നിടത്താണ് ക്രിസ്മസ് അർത്ഥവത്താകുന്നത്. എളിയവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുന്നതാണ് ക്രിസ്മസ്. എവിടെയൊക്കെ ദാരിദ്ര്യവും നിസ്സഹായതയും തിരസ്കരണവും സംഭവിക്കുന്നുവോ അവിടെയൊക്കെ വെളിപ്പെടുന്ന ഒരു ക്രിസ്തുവുണ്ട്. നിലനിൽപ്പിനായി കഴിയുന്നവർ, ചൂഷണത്തിനും പീഡനത്തിനും ഇരയാക്കപ്പെടുന്നവർ, സ്വന്തം ഭൂമിയിൽ നിന്നും പറിച്ചറിയപ്പെടുന്നവർ, പല കാരണങ്ങളാൽ പലായനം ചെയ്യപ്പെടുന്നവർ, അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും കീഴിൽ അടിമകളാക്കപ്പെടുന്നവർ, ഇങ്ങനെ നീളുന്നു നമ്മളുടെ പട്ടിക. മനുഷ്യൻ്റെ സഹനങ്ങൾ ഇടപെടുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ പ്രിയരെ നമുക്കും യാത്ര ചെയ്യാം. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഈ സാഹചര്യത്തിൽ വേൾഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഞാൻ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.